ഇത് ഓരോ പേരൻറ്റിൻ്റെയും കൈകളിലേക്ക് എത്തുക. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, നിങ്ങളുടെ കുട്ടികൾക്ക് അങ്ങനെ ഉപയോഗിക്കുന്നതായ സംശയമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വല്ലപ്പോഴും ഒക്കെ എടുത്ത് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് രാവിലെ യൂറിൻ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുന്ന സമയത്ത് അമ്മമാർക്കിപ്പോൾ മനസ്സിലാവും ഡ്രഗ് ഡിറ്റക്ഷൻ സിസ്റ്റമാണ്. ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ തരൂല്ല കേട്ടോ, അപ്പോൾ തന്നെ പിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ എത്ര വേണമെങ്കിലും എടുത്തോ എന്ന് പറയും കുട്ടികൾ. അപ്പം അങ്ങനെയുള്ള കുട്ടികൾ രക്ഷകർത്താക്കൾക്കും ഇനി അത് വീടുകളിൽ സൂക്ഷിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. ഇത് ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റാണ്. നമ്മൾ ഡ്രഗ് സ്ക്രീൻ ഡിപ്പ് കാർഡ് എന്നാണ് പറയുക. അതാണ് ഡിപ്പ് കാർഡ്. അത് എങ്ങനെ ഉപയോഗിക്കുന്നത് കൂടി നമുക്കൊന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാം. ഇതിനകത്താണ് യൂറിൻ സാമ്പിൾ നമുക്ക് വെക്കേണ്ടത്. ഈ ഇവിടെ ഇതൊരു കിറ്റാണ് അല്ലേ? ഒരു ഡിപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഏകദേശം 6 എണ്ണം വരുന്ന ഒരു ഇതിലേക്ക് യൂറിൻ്റെ സാന്നിധ്യം ഉണ്ടാവുക. യൂറിൻ ഇതിലേക്ക് ഒഴിക്കുകയോ യൂറിനിൽ ഡിപ്പ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വരുമോ? അത് അല്പസമയത്തുള്ളിൽ വരും. അപ്പോൾ തന്നെ ഏതെങ്കിലും തരത്തിൽ MDMA മറ്റ് നാർക്കോട്ടിക് സബ്സ്റ്റൻസോ കുട്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ യൂറിനിൽ അതിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. അത് നമുക്ക് ഈ കാർഡിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. 2 ലൈൻ വരും. സാധാരണ പ്രഗ്നൻസി കിറ്റ് ഉണ്ടല്ലോ, പ്രഗ്നൻസി കിറ്റിൽ വരുന്നത് പോലെ ഈ 2 ലൈനുകൾ വരും എന്നുള്ളതാണ്. ഡാറ്റ ഷീറ്റും ഒക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് കൊണ്ടുവരിക. നിയമപരമായി നമുക്കത് എങ്ങനെയാണ് കൊണ്ടുപോകാൻ കഴിയുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റാണ് നമുക്കൊപ്പം ഉള്ളത്. ഹായ് മാവേ, എന്താ പേര്? എന്റെ മകളാണ്. എന്താണ് പേര്? പേര് മറന്നുപോയി. പേരില്ല. ഇന്ന് മുതൽ പേരില്ല കേട്ടോ. പേര് പെട്ടെന്ന് മറന്നുപോയി. വെറുതെ കേട്ടോ, പേടിക്കണ്ട. അപ്പോൾ പുതിയ തലമുറ കാണണം തീർച്ചയായിട്ടും. അപ്പോൾ ലഹരിക്കെതിരെയുള്ള നമ്മുടെ പോരാട്ടത്തിൽ ഒരുപാട് സമൂഹത്തിലെ നാനാതുറകളിലുള്ള മനുഷ്യർ വരുന്നുണ്ട്.